രണ്ട് പെട്രോൾ മാക്സുകളുടെ വെളിച്ചത്തിൽ മുന്നോട്ടു പോകുന്ന പള്ളിയും പള്ളി ദർസും. പട്ടിണി തന്നെ പാട്ടായൊരു കാലം. ഒരിക്കൽ ദർസ് കഴിഞ്ഞ് ഉസ്താദ് AK അബ്ദുൽ ഖാദർ മൗലവി പള്ളിയിലിരിക്കുന്ന സമയത്ത് നാട്ടുകാരനായ ആനമങ്ങാടൻ അബ്ദുഹാജി വന്നിട്ട് പറയുന്നുണ്ട്, നാളെ ഞാൻ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പോവുകയാണ്, നിങ്ങൾക്ക് എന്താണ് കൊണ്ടുവരേണ്ടത്? AK അബ്ദുൽ ഖാദർ മൗലവി ആഗ്രഹം പ്രകടിപ്പിച്ചു. കഴിയുമെങ്കിൽ ഒരു കിതാബ്. കിതാബിൻ്റെ പേരെഴുതി കൊടുത്തു, നൈലുൽ ഔത്താർ. അബ്ദുഹാജി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നു, കൂടെ നൈലുൽ ഔത്താറും. AK അബ്ദുൽ ഖാദർ മൗലവിയുടെ കയ്യിൽ കിതാബ് കിട്ടിയ ഉടനെ ഒന്നാമത്തെ പേജിൽ ഇങ്ങനെ എഴുതി വച്ചു, മൗഖൂഫുൻ ഫി അൽജാമിയ അൽ ഇസ്ലാമിയ. രണ്ട് റാന്തൽ വിളക്കുകളുടെ വെളിച്ചത്തിൽ പള്ളിയും പള്ളി ദർസും നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഒരു സർവകലാശാലയെക്കുറിച്ച് സ്വപ്നം കാണുന്നതും അതിലെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ ശേഖരിച്ചു തുടങ്ങുന്നതും. അങ്ങനെ നമ്മുടെ ഈ ലൈബ്രറിയിലേക്കുള്ള ആദ്യത്തെ വിദേശ പുസ്തകവും എത്തി. ഇവിടെ വെച്ചാണ് ഞാൻ മൗദൂദിയെ പ്രണയിച്ചു തുടങ്ങിയത്. സയ്യിദ് കുത്തുബിൻ്റെ തണൽ കൊണ്ടതും കർലാവിയെ തൊട്ടതും സുരയ്യയെ കാണുന്നതും MTയുടെ കൂടെ നടക്കുന്നതും OV വിജയൻ്റെ ലോകത്തേക്ക് കയറിയിരുന്നതും എല്ലാം ഇവിടെ വെച്ചായിരുന്നു. എൻ്റെ വൈജ്ഞാനിക ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് ശാന്തപുരം അൽജാമിയ അൽ ഇസ്ലാമിയുടെ ലൈബ്രറി. ഭാഷകളിലും വിവിധ വിഷയങ്ങളിലുമായി വളരെ ബൃഹത്തായ ഒരു ലൈബ്രറിയാണ്. ഏറ്റവും ചുരുങ്ങിയത് പറഞ്ഞാൽ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഗ്രന്ഥപ്പുരയായി ഇതിനെ പരിഗണിക്കപ്പെടാം എന്നതിൽ യാതൊരു സംശയമില്ല. ഇവിടെ ഈ ലൈബ്രറിയുടെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പല കാറ്റഗറീസിലുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുടെ വലിയൊരു ശേഖരം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഫിലോസഫി ആണെങ്കിലും അതുപോലെ സാഹിത്യമാണെങ്കിലും അതുതന്നെ പല ഭാഷകളിൽ, അതുപോലെ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ ഒരു വലിയ കലവറ തന്നെ അൽജാമിയ ലൈബ്രറിയിലുണ്ട്. என்னுடைய பேர் முகமது ஃபைஸ். എൻ്റെ പേര് അലി മുഹ്സിൻ. मैं समीर अहमद मलिक कश्मीर से। मैं यहाँ जामिया के आखिरी साल का तालिब इल्म हूँ. நான் தமிழ்நாட்டிலேருந்து வந்திருக்கேன். இங்கே நான் மேற்படிப்பு ஜாயின் பண்ணியிருக்கிறேன். நான் PG ஃபஸ்ட் இயர் படிக்கிறேன். நான் ஆரம்பத்தில் இங்கே தமிழ் புத்தகங்கள் அந்தளவிற்கு இல்லைன்னு நினச்சிட்டு இருந்தேன். ஆனால் இங்கே அதிகமான தமிழ் புத்தகங்களை வாசித்து பயன்பெற என்னால் முடிஞ்சிச்சு. அதனாலேயே அல்ஜாமியாவுடைய அந்த சென்ட்ரல் லைப்ரரி அதிகமாக நான் நேசிக்கிறேன். इसलिए ये हमारी बहुत महबूब लाइब्रेरी है. അതുകൊണ്ടാണ് ഈ ലൈബ്രറി എനിക്ക് ഇത്രയേറെ പ്രിയപ്പെട്ടതായത്. പിൽക്കാലത്ത് ശാന്തപുരം ഇസ്ലാമിയ കോളേജിൻ്റെ പ്രിൻസിപ്പളായി മാറിയ AK അബ്ദുൽ ഖാദർ മൗലവി രണ്ട് റാന്തൽ വിളക്കുകളുടെ വെളിച്ചത്തിൽ കണ്ട സ്വപ്നം ഇന്ന് പൂവണിഞ്ഞിരിക്കുന്നു. 3 നിലകളിലായിട്ട് 50,000-ലേറെ പുസ്തകങ്ങളുള്ള ഒരു വലിയ വൈജ്ഞാനിക സ്രോതസ്സായി അൽജാമിയ സെൻട്രൽ ലൈബ്രറി മാറിയിരിക്കുന്നു. പുസ്തകദാനം മഹാദാനമായി കാണുന്ന അനേകായിരം മനുഷ്യരുടെ ദാനം കൊണ്ട് നമുക്കും ഈ ലോകത്ത് വായനയുടെ ഈ സ്വർഗം പണിയാൻ സാധിച്ചു.